ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 2023 മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓടക്കുഴൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ആരുടെ കയ്യിലാവും? ആരുടെ കയ്യിലാണ് ഓടക്കുഴൽ ഉണ്ടാവുക? അതെ, കൃഷ്ണന്റെ കയ്യിലല്ലേ? അപ്പൊ എന്താണ്? കൃഷ്ണൻ. ഗോപി കൃഷ്ണൻ. എന്താ പേര്? ഗോപി കൃഷ്ണൻ. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആർക്കാണ്? ആരുടെ കയ്യിലെ ഓടക്കുഴൽ ഉണ്ടാവുക? കൃഷ്ണന്റെ കയ്യിലാണ്. അപ്പൊ എന്താ പേര്? ഗോപി കൃഷ്ണൻ. എന്താണ്? ഗോപി കൃഷ്ണൻ. അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാണ്? രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാന്ന് ചോദിച്ചാൽ കൊല്ലം. ഏതാണ്? കൊല്ലം. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്ന നഗരം എവിടെയാണ്? നാഗ്പൂരിലാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് നാഗ്പൂർ ആണ്. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയത് ഏതാണ്? കേരളം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറിയത് കേരളമാണ്. ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ചൈനയാണ്. ഹൈഡ്രജൻ ട്രെയിൻ പുറത്തിറക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ചൈനയാണ്. രക്ഷിതാക്കൾക്ക് മക്കൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? വിദ്യാവാഹൻ. വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനം ട്രാക്ക് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? വിദ്യാവാഹൻ. കിട്ടിയല്ലോ? വിദ്യാവാഹൻ. വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനം ട്രാക്ക് ചെയ്യാനായിട്ടാണ് എന്ത്? വിദ്യാവാഹൻ. 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ഇൻഡോർ ആണ്. 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ ഇൻഡോർ ആണ്. തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ്? പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഏതാ? മന്ദഹാസം. ഏതാണ്? മന്ദഹാസം എന്ന പദ്ധതിയാണ് പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പി ജയചന്ദ്രനാണ്. 2023 സ്വാതി തിരുനാൾ പുരസ്കാരത്തിന് അർഹനായത് പി ജയചന്ദ്രനാണ്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ഏതാണ്? മോധേര. ഗുജറാത്തിലെ മോധേരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാണ്? ഗുജറാത്തിലെ മോധേര. ഇന്ത്യ ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബാരോസ്. ഇന്ത്യ ദേശീയമായി വികസിപ്പിച്ച മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബാരോസ് ആണ്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അമർത്യാസൻ ആണ്. ആരാണ്? അമർത്യാസൻ. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാ? അമർത്യാസൻ. 1998 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അമർത്യാസനാണ്. 1998 ആർക്ക് ലഭിച്ചു? അമർത്യാസന് ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും അമർത്യാസനാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ്? വന്ദേ മെട്രോ. വന്ദേ മെട്രോ ആണ്. കുത്തിവയ്പ്പുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ഏതാണ്? യുവിൻ. ഏതാണ്? യുവിൻ. കുത്തിവയ്പ്പുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇലക്ട്രോണിക് രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോം യുവിൻ. പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ജേതാക്കളായതാരാണ്? പാലക്കാടാണ്. പ്രഥമ സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ജേതാക്കൾ പാലക്കാട്. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ഏതാണ്? ബാംഗ്ലൂരു ആണ്. ഏതാണ്? ബാംഗ്ലൂർ. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ഏതാന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ്. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാർ ഏതാണ്? ഇവ.
ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാറാണ് ഇവ. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്. എവിടെയാണ്? ദാവോസ്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ്. പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യത്തെ ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ആർമി മാർഷൽ ആർട്സ് റൂട്ടീൻ. ഏതാണ്? ആർമി മാർഷൽ ആർട്സ് റൂട്ടീൻ. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യ ജില്ല ഏതാണ്? മലപ്പുറമാണ്. സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ ആധാറുമായി പൂർണ്ണമായും ബന്ധിപ്പിച്ച ആദ്യ ജില്ല ഏതാന്ന് ചോദിച്ചാൽ മലപ്പുറം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളം. സമഗ്ര സംഭാവനക്കുള്ള 5ാമത് സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? കമലാണ്. ആരാണ്? കമൽ. സമഗ്ര സംഭാവനക്കുള്ള 5ാമത് സത്യജിത്ത് റേ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ കമൽ. 2023 ഫെബ്രുവരിയിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമായി മാറിയ വ്യക്തി ആരാണ്? PT ഉഷയാണ്. ആരാണ്? PT ഉഷ. 2023 ഫെബ്രുവരിയിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമായി മാറിയ വ്യക്തി PT ഉഷയാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭാവർമ്മയാണ്. ആരാണ്? പ്രഭാവർമ്മ. എല്ലാ തരം ഹെലികോപ്റ്ററുകളും നിർമ്മിക്കുന്നതിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി നിലവിൽ വന്നത് എവിടെയാണ്? തമകുരുവിലാണ്. തമകുരു, കർണാടകയിലെ തമകുരുവിലാണ്. 2023 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ആരാണ്? നിർമ്മല സീതാരാമൻ. എത്ര മിനിറ്റ് ആണ്? 87 മിനിറ്റ് ആണ് അവതരിപ്പിച്ചത്. 2023 ഫെബ്രുവരിയിൽ വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. 2023 ഫെബ്രുവരിയിൽ വിക്കിപീഡിയക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ പാകിസ്ഥാനാണ്. 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏതാണ്? ഇടുക്കി. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷവലിയാർ ഡി ഓർ പുരസ്കാരം നേടിയ ISRO മുൻ മിഷൻ ഡയറക്ടർ ഡോക്ടർ VR ലളിതാംബികയാണ്. ആരാണ്? ഡോക്ടർ VR ലളിതാംബിക. തുർക്കിയിലെ ഭൂകമ്പ ബാധിത മേഖലകളിൽ ഇന്ത്യൻ സേന നടത്തുന്ന രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ ദോസ്ത് ആണ്. എന്താണ്? ഓപ്പറേഷൻ ദോസ്ത്. ഇന്ത്യ S-400 ട്രയംഫ് ഭൂതല വ്യോമ മിസൈൽ വാങ്ങുന്നതിനായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യ. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? ആരോൺ ഫിഞ്ച്. ആരാണ്? ആരോൺ ഫിഞ്ച് ആണ്. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാന്ന് ചോദിച്ചാൽ ആരോണ്. അപ്പോൾ ആരോൺ ഫിഞ്ച്. സാത്താൻ 2 എന്ന പേരിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യ. അടുത്ത ചോദ്യം. കോവിഡ് വൈറസിന്റെ ഉറവിടം ചൈനയിലെ വുഹാനിലുള്ള പരീക്ഷണശാല ആകാമെന്ന് പുറത്തുവിട്ട US രഹസ്യാന്വേഷണ ഏജൻസി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഏതാണ്? ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രത പുരസ്കാര ജേതാവ് ചെറുവയൽ രാമൻ. ആരാണ്? ചെറുവയൽ രാമനാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോപ്ലാസ്റ്റിക് കവറിൽ വിപണിയിൽ എത്തുന്ന പ്രസിദ്ധീകരണം ഏതാണ്? വനിത. ഏതാണ്? വനിത. ഇന്ത്യയിൽ ആദ്യമായി ബയോപ്ലാസ്റ്റിക് കവറിൽ വിപണിയിൽ എത്തുന്ന പ്രസിദ്ധീകരണം ഏതാന്ന് ചോദിച്ചാൽ വനിത. 76ാം സന്തോഷ് ട്രോഫിയിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? കർണാടകയാണ്. 76ാമത് സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കിയത് കർണാടകയാണ്. 2023 മാർച്ചിൽ ഏത് റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ചിന്താമൻ റാവു ദേശ്മുഖ് എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചത്? ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഏതാണ്? ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഹോട്ടൽ മേഖലയിലെ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന GST ഇന്റലിജൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ്. ഏതാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ്. ഏതു സംസ്ഥാനത്താണ് ലോകത്താദ്യമായി റോഡ് സുരക്ഷയ്ക്കായി മുള കൊണ്ടുള്ള സുരക്ഷാ ഭിത്തി സ്ഥാപിച്ചത്? ഏത് സംസ്ഥാന? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ടു താമസിക്കുന്ന ആദിവാസി ഇതര ജനവിഭാഗങ്ങളെ
പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? നവകിരണം. എന്താണ്? നവകിരണം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണ്? ചങ്ങാതിയാണ്. ഏതാണ്? ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാനുള്ള സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പരീക്ഷ ഏതാന്ന് ചോദിച്ചാൽ ഹമാരി മലയാളം. ഏതാണ്? ഹമാരി മലയാളം. അടുത്ത ചോദ്യം, 2023 ലോക വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഏതാണ്? തെലുങ്കാന. എല്ലാ വർഷവും മാർച്ച് 11 പതാക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ സൗദി അറേബ്യയാണ്. ഏതാണ്? സൗദി അറേബ്യ. ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ അറിയുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ്? ആധാർ മിത്ര. ഏതാണ്? ആധാർ മിത്ര. 2023 മാർച്ചിൽ ISRO തിരിച്ചിറക്കി നശിപ്പിച്ച 2011 വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം മെഗാട്രോപിക്സ് 1. ഏതാണ്? മെഗാട്രോപിക്സ് 1. KSFEയുടെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വനിതാ ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? രാമവർമ്മപുരം. എവിടെയാണ്? രാമവർമ്മപുരം. ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീക്കിംഗ് യൂണിവേഴ്സിറ്റിയാണ്. ഏതാണ്? ഡീക്കിംഗ് യൂണിവേഴ്സിറ്റി. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്രം കുറിച്ച താരം ആരാണ്? മിന്നു മണി. ആരാണ്? മിന്നു മണി. ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാക്കിയാണ് അടുത്തിടെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്? 62 വയസ്സ്. എത്രയാണ്? 62 വയസ്സ്. ഉണ്ണികൃഷ്ണൻ പൂതൂർ സ്മാരക ട്രസ്റ്റിന്റെ 2023 പൂതൂർ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ ആണ്. ആരാണ്? ജോർജ് ഓണക്കൂർ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സുരക്ഷിത്. ഏതാണ്? സുരക്ഷിത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് ഏതാണ്? ലെക്സി. ഏതാണ്? ലെക്സിയാണ്. മലയാള TV രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായത് ശ്യാമപ്രസാദ് ആണ്. ആരാണ്? ശ്യാമപ്രസാദ്. പരീക്ഷാ കാലത്ത് മാനസിക സംഘർഷം കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് മനോദർപ്പൺ. ഏതാണ്? മനോദർപ്പൺ. സാംസ്കാരിക വകുപ്പ് അടുത്തിടെ തയ്യാറാക്കിയ നീതിപാതയിലെ ധീരവനിത എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? ആരെ കുറിച്ചുള്ളതാണ്? ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനിതക വിധങ്ങൾ ക്രമപ്പെടുത്തി സംഭരിച്ച് സൂക്ഷിക്കുന്ന ജിനോ ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. എവിടെയാണ്? കേരളത്തിലാണ്. അമേരിക്കൻ ജില്ലാ കോടതികളിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? ഷമാ ഹക്കീം. ആരാണ്? ഷമാ ഹക്കീമാണ്. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായി സ്വയം പ്രതിരോധ മുറകളിൽ പ്രത്യേകം പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ പരിശീലന പദ്ധതിയാണ് ജ്വാല. ഏതാണ്? ജ്വാല. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിന് ഭാഗമായി ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആഗോള സംരംഭം MIIRA മില്ലറ്റ് ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ റിസർച്ച് ആൻഡ് അവയർനെസ്. അടുത്ത ചോദ്യം, 2023 വനിതാ സ്നൂക്കർ ലോകകപ്പിന് വേദിയായത് 2023 വനിതാ സ്നൂക്കർ ലോകകപ്പിന് വേദിയായത് ബാങ്കോക്ക് ആണ്. എവിടെയാണ്? ബാങ്കോക്ക്. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. 2023 ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. 2023 ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളം. രാജ്യത്തെ ഏറ്റവും വലിയ ടെക് ഇൻഫ്ര എക്സ്പോയായ
കൺവെൻഷൻസ് ഇന്ത്യ എക്സ്പോക്ക് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അനാവശ്യ പരസ്യ ഫോൺ കോളുകളും SMS തടയുന്നതിനായി കൊണ്ടുവന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സംവിധാനം സ്പാം ഫിൽട്ടർ. എന്താണ് സ്പാം ഫിൽട്ടർ? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ടെറാൻ. ഏതാണ് ടെറാൻ? ബ്രിക്സ് രാജ്യങ്ങളുടെ ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ 2023 മാർച്ചിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഈജിപ്ത് ആണ്. ഈജിപ്ത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതവും ആയ വിനോദയാത്ര ഒരുക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന പുതിയ സംരംഭമാണ് ദി ട്രാവലർ. ഏതാണ്? ദി ട്രാവലർ. ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണ്? ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകം? ഇന്നസെന്റിന്റെ പുസ്തകമാണ്. ആരുടെയാണ്? ഇന്നസെന്റ്. പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമാണ്. രാജ്യത്ത് കലയുടെ പേരിൽ ഔദ്യോഗികമായി അറിയപ്പെടുന്ന ആദ്യ പഞ്ചായത്ത് ഏതാണ്? അയിരൂർ. ഏതാണ്? അയിരൂർ പഞ്ചായത്താണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ജേതാക്കൾ ആരാ? മുംബൈ ഇന്ത്യൻസ് ആണ്. ആരാണ്? മുംബൈ ഇന്ത്യൻസ്. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെയാണ്? തൊടുപുഴയിലാണ്. എവിടെയാണ്? തൊടുപുഴ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 2023 ഏപ്രിലിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതിയാണ്. ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. 2023 ഏപ്രിലിൽ നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? മലേഷ്യയാണ്. ഏതാണ്? മലേഷ്യ. ഉപഭോക്താക്കൾക്ക് പരാതികൾ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്താൻ ക്ലൗഡ് ടെലിഫോണി എന്ന സംവിധാനം ഒരുക്കിയ സ്ഥാപനം ഏതാണ്? KCB ആണ്. ഏതാണ്? KCB. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ അംബാസിഡർ ആരാണ്? IM വിജയനാണ്. ആരാണ്? IM വിജയൻ. ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഫെറി. ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഫെറി MF ഹൈഡ്ര. ഏതാണ്? MF ഹൈഡ്ര. ജലാശയങ്ങളുടെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ കാണുന്നതിനായി സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വകുപ്പ് അവതരിപ്പിച്ച വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഏതാണ്? ജലനേത്ര. ഏതാണ്? ജലനേത്ര. സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനങ്ങളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തിടെ അന്തരിച്ച അർദ്ധരാത്രിയിലെ കുട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച പാകിസ്ഥാൻ കനേഡിയൻ പത്രപ്രവർത്തകൻ ആരാണ്? തരേഖ് ഫത്താഹ്. ആരാണ്? താരേഖ് ഫത്താഹ് ആണ്. ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലെ എത്രാമത് വന്ദേ ഭാരത് സർവീസ് ആണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് സർവീസ്? എത്രാമത്തെയാണ്? 15ാമത്തെയാണ്. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുന്നത്? ഏത് നഗരത്തിലാണ്? ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിച്ചത് എപ്പോഴാണ്? 2023 ഏപ്രിൽ 10ലാണ്. എപ്പോഴാണ്? 2023 ഏപ്രിൽ 10ന്. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഏതാണ്? ഊട്ടി വർക്കി. ഏതാണ്? ഊട്ടി വർക്കി. കിട്ടിയല്ലോ. 2023 ഏപ്രിലിൽ ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിലെ പലഹാരം ഏതാന്ന് ചോദിച്ചാൽ ഊട്ടി വർക്കിയാണ്. 2023 ഏപ്രിലിൽ അന്തരിച്ച കലാമണ്ഡലം ദേവകി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാരൂപമാണ്? ഓട്ടൻതുള്ളൽ. ഏതാണ്? ഓട്ടൻതുള്ളലാണ്. മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പൂർണ്ണമായ പ്രതിമ സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്താ? തമിഴ്നാട്ടിലാണ്. എവിടെയാണ്? തമിഴ്നാട്ടിൽ. 2023 ഏപ്രിലിൽ പഴയ വാഹനങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാവും? കേരളം. ഏതാണ്? കേരളം. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര നൗക ഏതാണ്? സൂര്യാംശു ആണ്. ഏതാണ്? സൂര്യാംശു. 2023 ലോക ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായത് ഏതാണ്? 2023 ലോക ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹി.
ചാറ്റ് GPT പകരമായി ഗിഗ ചാറ്റ് എന്ന പേരിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഏതാണ്? റഷ്യ. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിച്ചു നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ കാവേരിയാണ്. ഏതാണ്? ഓപ്പറേഷൻ കാവേരി. 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സേതു ആണ്. ആരാണ്? സേതു. ദക്ഷിണേന്ത്യയിലെ ആദ്യ 6 വരി ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. എവിടെയാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം എവിടെയാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യ അവകാശ നിയമം പാസാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 2023 ഏപ്രിലിൽ സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യ ആധാർ പരാതി പരിഹാര കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ സിനിമയുടെ 110ാം വാർഷികത്തിന്റെ ഭാഗമായി മലയാള ചലച്ചിത്ര സൗഹൃദ വേദി ഏർപ്പെടുത്തിയ രാജാ ഹരിചന്ദ്ര അവാർഡിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മേഘപാലിക ഏതു സംസ്ഥാനത്തെ ആദ്യ വനിതാ ബാൻഡാണ്? മേഘപാലിക ഏതു സംസ്ഥാനത്തെ ആദ്യ വനിതാ ബാൻഡാണ്? ത്രിപുര. എവിടെയാണ്? ത്രിപുര. ഇന്ത്യയിൽ ആദ്യമായി കൂൾ റൂഫ് പോളിസി അവതരിപ്പിച്ച സംസ്ഥാനം എവിടെയാണ്? തെലുങ്കാനയാണ്. എവിടെയാണ്? തെലുങ്കാന. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2024 വേദി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ 2024 വേദി ഖത്തറാണ്. എവിടെയാണ്? ഖത്തർ. പ്രഥമ വനിതാ ഫൈനലിസിമ ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? ഇംഗ്ലണ്ടാണ്. പ്രഥമ വനിതാ ഫൈനലിസിമ ഫുട്ബോൾ മത്സരത്തിൽ കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ്. ഇന്ത്യയിൽ ആദ്യമായി ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത ഗിർ പശു ഏതാണ്? ഗംഗ. ഏതാണ്? ഗംഗ. അടുത്ത ചോദ്യം, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോലനായ്ക്കർ മൂപ്പൻ കരിമ്പുഴ മാതനെയും ഭാര്യ കരിക്കയുടെയും ഓർമ്മയ്ക്ക് വനം വകുപ്പ് പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? നെടുങ്കയം. എവിടെയാണ്? നെടുങ്കയം. എവിടെ? നെടുങ്കയത്താണ്. 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഹിരോഷിമ. എവിടെയാണ്? ഹിരോഷിമയിലാണ്. 2023 G7 ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഹിരോഷിമ. സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ ഏത് രാജ്യത്താണ് അനാവരണം ചെയ്യുന്നത്? എവിടെയാണ്? ബ്രിട്ടനിലാണ്. എവിടെയാണ്? ബ്രിട്ടൻ. ആമചാടി തേവൻ കേരളത്തിലെ ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹം. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഔദ്യോഗിക ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഭാഷാ സംഘം. ഏതാണ്? ഭാഷാ സംഘം. ഒറ്റപ്പെട്ടു കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രശാന്തി. ഏതാണ്? പ്രശാന്തിയാണ്. ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? KT ജലീലാണ്. KT ജലീൽ. നാഷണൽ അക്കാദമി ഓഫ് കോസ്റ്റൽ പോലീസ് ക്യാമ്പസ് നിലവിൽ വരുന്ന ദ്വാരക ഏതു സംസ്ഥാനത്താണ്? എവിടെയാണ്? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ട്രൈബൽ പ്ലസ്. ഏതാണ്? ട്രൈബൽ പ്ലസ്. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് UGC അവതരിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? സാരഥി. ഏതാണ്? സാരഥി. അടുത്തിടെ ഏത് കായിക ഇനത്തിൽ നിന്നുമാണ് സോഫ്റ്റ് സിഗ്നൽ എന്ന സിഗ്നൽ റൂൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്? ഏത് കായിക ഇനാണ്? ക്രിക്കറ്റ് ആണ്. ഏതാണ്? ക്രിക്കറ്റ്. 2023 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി UAE ആണ്. എവിടെയാണ്? UAE. അടുത്തിടെ രൂപീകരിച്ച ചീറ്റ പ്രോജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? രാജേഷ് ഗോപാൽ. ആരാണ്? രാജേഷ് ഗോപാലാണ്. കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവമായ അരങ്ങ് 2023 വേദിയാകുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂർ. ഇന്ത്യയിൽ വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി നിയമപരീക്ഷ നൽകുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഏതാണ്? കേരളം.
2022-23 വർഷത്തിൽ നടന്ന ഗോൾഡൻ ഗ്ലോബ് പാഴ്വഞ്ചി ഓട്ടത്തിൽ കിരീടം നേടിയ ക്രിസ്റ്റ്യൻ യൂസഫർ ഏത് രാജ്യക്കാരിയാണ്? ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കെട്ടിട സമുച്ചയം നിലവിൽ വരുന്ന നഗരം എവിടെയാണ്? സൂററ്റാണ്. എവിടെയാണ്? സൂററ്റ്. 2023 മെയ്യിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം എവിടെയാണ്? മൗറീഷ്യസ് ആണ്. എവിടെയാണ്? മൗറീഷ്യസ്. 2023 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161 ആണ്. എത്രയാണ്? 161. ലോകത്ത് ആദ്യമായി ഗർഭസ്ഥ ശിശുവിന് മസ്തിഷ്ക ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏതാണ്? അമേരിക്ക. പ്രഥമ ഗ്ലോബൽ ചെസ് ലീഗിന് വേദിയാകുന്നത് എവിടെയാണ്? പ്രഥമ ഗ്ലോബൽ ചെസ് ലീഗിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ദുബായ് ആണ്. എവിടെയാണ്? ദുബായ്. കേരളത്തിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതി ഏതാണ്? ഹെൽത്തി കിഡ്സ്. ഏതാണ്? ഹെൽത്തി കിഡ്സ് ആണ്. അരുണാചൽ പ്രദേശിലെ ടാഗിർ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം ഏതാണ്? ലവ് ഇൻ 90s. ഏതാണ്? ലവ് ഇൻ 90s. സംസ്ഥാനങ്ങളിൽ നീതി ആയോഗിന് സമാനമായി നിലവിൽ വരുന്ന പുതിയ സംവിധാനം ഏതാണ്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. ഏതാണ്? സ്റ്റേറ്റ് സപ്പോർട്ട് മിഷൻ. നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണ്? 2015 ജനുവരി 1 ഓക്കെ ആണല്ലോ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ ക്ലൈമറ്റ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്ത. കേരളത്തിലെ ആദ്യ സിനി ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? വെള്ളായണിയിലാണ്. എവിടെയാണ്? വെള്ളായണി. പ്രശസ്ത സംഗീതജ്ഞൻ കമുകറ പുരുഷോത്തമന്റെ സ്മരണയ്ക്കായി കമുകറ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2023 സംഗീത പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MG ശ്രീകുമാർ ആണ്. ആരാണ്? MG ശ്രീകുമാർ. അടുത്തിടെ അന്തരിച്ച കാറേക്കുടി ആർ മണി ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംഗീത ഉപകരണ? മൃദംഗം. ഏതാണ്? മൃദംഗമായിട്ടാണ്. പ്രവാസി മലയാളികളെ കേരളത്തിലെ റവന്യൂ സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പോർട്ടൽ ഏതാണ്? പ്രവാസി മിത്രം. ഏതാണ്? പ്രവാസി മിത്രം. 2023 ONV പുരസ്കാര ജേതാവ് ആരാ? സി രാധാകൃഷ്ണൻ. ആരാണ്? സി രാധാകൃഷ്ണനാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സർവകലാശാല നിലവിൽ വന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്ര. സ്വന്തം പേരിൽ മറ്റാരെങ്കിലും മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ആരംഭിച്ച പുതിയ പോർട്ടൽ ഏതാണ്? സഞ്ചാർ സാധി. ഏതാണ്? സഞ്ചാർ സാധി. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് KB കോശി കമ്മീഷൻ. ഏതാണ്? ജസ്റ്റിസ് KB കോശി കമ്മീഷൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏതാണ്? കലങ്ങുമുകൾ. ഏതാണ്? കലങ്ങുമുകൾ. അടുത്തിടെ അന്തരിച്ച PKG നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാരൂപ? കൂടിയാട്ടം. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാളം മെഷീൻ നടപ്പാക്കുന്ന അതിഥി തൊഴിലാളികളിലെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണ്? അനന്യ മലയാളം. ഏതാണ്? അനന്യ മലയാളം. താനൂർ ബോട്ടപകടത്തെ കുറിച്ച് പഠിക്കുന്ന കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷനാണ്. ഏതാണ്? ജസ്റ്റിസ് VK മോഹനൻ കമ്മീഷൻ. 2023 മെയ്യിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ആരാണ് ഉൾപ്പെടുത്തിയത്? ബറാക് ഒബാമയെ. കേരളത്തിലെ ആദ്യ ഇന്റർനെറ്റ് അധിഷ്ഠിത ഭരണ നിർവഹണ പഞ്ചായത്ത് ഏതാണ്? കാട്ടാക്കട. ഏതാണ്? കാട്ടാക്കട. 2023 മെയ്യിൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. അതിൽ തന്നെ ഉണ്ടല്ലോ കോർപ്പറേഷൻ എന്നുള്ളത്. അതിൽ തന്നെ അല്ലേ? അപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്. മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സാറ ജോസഫ് ആണ്. ആരാണ്? സാറ ജോസഫ്.
പാപ്പുവ ന്യൂഗിനിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദി. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിതയുടെ വെങ്കല പ്രതിമ നിലവിൽ വരുന്ന നഗരം വിംബിൾഡൺ. എവിടെയാണ്? വിംബിൾഡൺ. ഇന്ത്യയിൽ എന്നാണ് 2000 രൂപയുടെ കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് പിൻവലിച്ചത്? 2023 മെയ് 19 എന്നാണ്? 2023 മെയ് 19-നാണ്. മോഗ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ കരുണ. ഏതാണ്? ഓപ്പറേഷൻ കരുണ. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആക്കുളത്താണ്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് എത്രയാണ്? 7.2%. 7.2%. തീറ്റ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച തീറ്റ അല്ല കേട്ടോ, ചീറ്റ. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടേ, ചീറ്റയാണ്. ചീറ്റ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 11 അംഗ വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ആരാണ്? രാജേഷ് ഗോപാൽ. ശ്രദ്ധിക്കണം, തീറ്റ അല്ല, ചീറ്റയാണ്. ചീറ്റ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 11 അംഗ വിദഗ്ധ സമിതിയുടെ ചെയർമാൻ ആരാണ്? രാജേഷ് ഗോപാലാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേര് എന്താണ്? അഹല്യനഗർ. എന്താണ്? അഹല്യനഗർ എന്നാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിന്റെ പുതിയ പേരെന്താ? അഹല്യനഗർ. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിനായി ഉള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സംരക്ഷ. ഏതാണ്? സംരക്ഷ. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോകത്തെ ആദ്യ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ്? തെലുങ്കാനയിലാണ്. എവിടെ? തെലുങ്കാന. ഒമാനിൽ വെച്ച് നടന്ന 10ാമത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഒമാനിൽ വെച്ച് നടന്ന 10ാമത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. പി കേശവദേവ് ട്രസ്റ്റിന്റെ കേശവദേവ് ഡയാബ് സ്ക്രീൻ പുരസ്കാരം ജേതാവ് ആരാണ്? ഡോക്ടർ സിറിയക് എ ബി ഫിലിപ്സ്. ആരാണ്? ഡോക്ടർ സിറിയക് എ ബി ഫിലിപ്സ് ആണ്. 2023 ജൂണിൽ 200-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്ന ബാലസോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിൽ. ONV കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാ? സുഷമ ശങ്കർ. ആരാണ്? സുഷമ ശങ്കറാണ്. 2023 ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന സംസ്ഥാനം എവിടെയാണ്? മധ്യപ്രദേശാണ്. എവിടെയാണ്? മധ്യപ്രദേശ്. കേരളത്തിന്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി നെറ്റ് സീറോ എമിഷൻ പദ്ധതി. ഏതാണ്? നെറ്റ് സീറോ എമിഷൻ പദ്ധതിയാണ്. സംഗീത വിദ്യാലയം ഏർപ്പെടുത്തിയ സംഗീതിക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ വൈക്കം വേണുഗോപാലാണ്. പ്രൊഫസർ വൈക്കം വേണുഗോപാലാണ്. മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെ പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ രൂപീകരിച്ച കമ്മീഷൻ ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷനാണ്. ഏതാണ്? ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷൻ. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. ഏതാണ്? ഐവറി കോസ്റ്റ്. പോയിസൺ ഇൻ എവരി പഫ് എന്ന ആരോഗ്യ മുന്നറിയിപ്പ് ഓരോ സ്വീകരണത്തിലും രേഖപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? കാനഡ. ഏതാണ്? കാനഡ. ഛത്രപതി ശിവജിയുടെ സ്മരണക്കായി തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? റായ്ഗഡ്. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലാണ്. ക്ഷേത്ര പരിസരവും കാവും കുളങ്ങളും സംരക്ഷിക്കുന്നതിനായുള്ള ദേവസ്വം വകുപ്പിന്റെ പദ്ധതി ദേവാങ്കണം ചാരുഹരിതം. എന്താണ്? ദേവാങ്കണം ചാരുഹരിതം. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ബിപ്പോർ ജോയ്. ഏതാണ്? ബിപ്പോർ ജോയ്. ആരെ പേര് നൽകിയതെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ആരെ പേര് നൽകിയത് ബംഗ്ലാദേശാണ്. അടുത്ത ചോദ്യം 175ാമത്തെ ചോദ്യം. ബിപ്പോർ ജോയ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദുരന്തം എന്നാണ്. ബിപ്പോർ ജോയ് എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം എന്നാണ്.
2023 ജൂണിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ അശോക ചക്ര ജേതാവ് ആരാണ്? ആൽബി ഡിക്രൂസ്. ആരാണ്? ആൽബി ഡിക്രൂസ് ആണ്. ടച്ചി നോബൽ എന്നറിയപ്പെടുന്ന സ്പിനോസ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജ ജോയിത ഗുപ്ത. ജോയിത ഗുപ്ത. ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ ഏഷ്യൻ അത്ലറ്റിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ ഏഷ്യൻ അത്ലറ്റിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ജപ്പാനാണ്. 2023 ജൂണിൽ അന്തരിച്ച വിഖ്യാത ചിത്രകാരിയും എഴുത്തുകാരിയുമായിരുന്ന വ്യക്തി ഫ്രാൻസ്വ ജിലോ. ഫ്രാൻസ്വ ജിലോ. SSLC +2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്കും പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടവർക്കും സൗജന്യ തുടർ പഠനത്തിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഹോപ്പ്. എന്താണ്? ഹോപ്പ്. പ്രതീക്ഷ. ഹോപ്പ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ 1-ാം സ്ഥാനം എത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഏതാണ്? കേരളം. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK സാനു ആണ്. ആരാണ്? MK സാനു. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എവിടെയാണ്? ഇന്ത്യ. രാജ്യത്തെ ആദ്യ ഗീവ് തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപവൽക്കരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? ബ്രിട്ടനിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെ വെച്ചാൽ ബ്രിട്ടനാണ്. കേരളത്തിലെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ എയ്റോസ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? നമ്പിസാറ്റ് 1. ഏതാണ്? നമ്പിസാറ്റ് 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള സംസ്ഥാനം എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത് ഗോവയിലാണ്. 2022 ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളം. എത്ര തവണ നടത്തി? 41 തവണ. അഭ്യസ്തവിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് ഇക്കണോമി മിഷൻ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പ്രൈഡ്. ഏതാണ്? പ്രൈഡ് ആണ്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാല ആകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാലയാണ്. ഏതാണ്? കേരള സർവകലാശാല. 2023 സ്ക്വാഷ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? ചെന്നൈയാണ്. 2023 സ്ക്വാഷ് ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ചെന്നൈയാണ്. 2023 ജൂണിൽ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ച വാൽമുട്ടി കോളനി സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? പാലക്കാട്ടിലാണ്. പാലക്കാടിൽ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ 2023 ജൂണിൽ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? ചിറ്റൂരാണ്. ചിറ്റൂർ എവിടെയാണ്? പാലക്കാടാണ്. വാൽമുട്ടി കോളനി. വാൽമുട്ടി കോളനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിറ്റൂർ. പാലക്കാടുള്ള ചിറ്റൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇ.ടി. അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല എവിടെയാണ്? കൊല്ലം. ഇ.ടി. അച്യുതൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കൊല്ലത്താണ്. സ്വാതി പി ഭാസ്കരൻ 5ാമത് ഗാനസാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കുന്നതിനായുള്ള കേരള എമർജൻസി റെസ്പോൺസ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്പർ എത്രയാണ്? 112. എത്രയാണ്? 112. 2023 ജൂണിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരൻ ആരാണ്? കോമാക് മക്കാർത്തി. ആരാണ്? കോമാക് മക്കാർത്തി. രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള എസ്കലേറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? എവിടെയാണ്? മുംബൈയിലാണ്. ഏറ്റവും ഉയരത്തിലുള്ള എസ്കലേറ്റർ നിലവിൽ വരുന്നത് മുംബൈയിലാണ്. യാത്രക്കാർക്ക് വൃത്തിയുള്ളതും പോഷക സമൃദ്ധവുമായ ഭക്ഷണം വിളമ്പുന്ന സ്റ്റേഷനുള്ള ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ അവാർഡിന് അർഹനായത് എവിടെയാണ്? ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷൻ. എവിടെയാണ്? ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ്? ഒഡീഷ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ആദ്യ വിദേശ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? ദുബായിലാണ്. എവിടെയാണ്? ദുബായ്.
2021 ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനം ഗീത പ്രസ്. ഏതാണ്? ഗീത പ്രസ്. 2023 ഇന്തോനേഷ്യ ഓപ്പൺ ഡബിൾസ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ആരൊക്കെയാണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടി സഖ്യവും. ആരൊക്കെയാണ്? സാത്വിക് സായിരാജ് പിന്നെ ചിരാഗ് ഷെട്ടി സഖ്യം. ജർമ്മൻ ബുക്ക് ട്രേഡിന്റെ സമാധാന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദി. ആരാണ്? സൽമാൻ റുഷ്ദിയാണ്. കേരള കർഷകർക്കായി കേരള സൗഭാഗ്യം പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മൂടാടി. എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടുള്ള മൂടാടി ഗ്രാമപഞ്ചായത്താണ്. അഞ്ച് യാത്രികരുമായി ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പുറപ്പെട്ട് 2023 ജൂണിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ പേടകം ഏതാണ്? ടൈറ്റൻ. ഏതാണ്? ടൈറ്റൻ. 2024 യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. 2024 യൂറോ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ജർമ്മനിയാണ്. ഒരേ സ്ഥലത്ത് ഏറ്റവും അധികം ആളുകൾ സംബന്ധിച്ച യോഗ പ്രദർശനത്തിന്റെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ നഗരം ഏതാണ്? സൂററ്റ് ആണ്. ഏതാണ്? സൂററ്റ്. 2023 ജൂണിൽ ഏത് രാജ്യത്തിന്റെ സൈന്യത്തെയാണ് UN കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഏതാണ്? റഷ്യ. ഏതാണ്? റഷ്യ. 2023 ജൂണിൽ ലൈംഗിക വിദ്യാഭ്യാസം സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഏതാണ്? കേരള ഹൈക്കോടതി. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്ന സംസ്ഥാനം. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. 2023 ജൂണിൽ ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ നൈലിന് അർഹനായ ലോക നേതാവ് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാ? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ആരാണ്? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യ. 2024 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ സ്വകാര്യ സർവകലാശാലകളുടെ പട്ടികയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത് ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി. ഏതാണ്? ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. കമ്മിറ്റി പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ രാജ്യാന്തര പ്രസ് ഫ്രീഡം പുരസ്കാരത്തിന് അർഹയാകുന്ന ആദ്യ മലയാളി KK ഷാഹിന. ആരാണ്? KK ഷാഹിനയാണ്. മഹാരാഷ്ട്രയിലെ ഇദ്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് നാമകരണം ചെയ്യുന്നത്? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്ഥാപനം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ. സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറ. പാലക്കാടുള്ള കമ്പാലത്തറയിലാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യം ന്യൂസിലാൻഡ് ആണ്. ഏതാണ്? ന്യൂസിലാൻഡ്. 2023 ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. എവിടെയാണ്? ഇന്ത്യ. വ്യക്തിഗത ഡിജിറ്റൽ ഡാറ്റ സംരക്ഷണ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് 2023 ജൂലൈ 5-നാണ്. എപ്പോഴാണ്? 2023 ജൂലൈ 5-ന്. ഏതു പദ്ധതി പ്രകാരമാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഭാരത് എൻ ക്യാപ് പദ്ധതി. ഏതാണ്? ഭാരത് എൻ ക്യാപ് പദ്ധതി. ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്കായ വേദ് 1 നിലവിൽ വന്നത് എവിടെയാണ്? നോയിഡ. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. ജിയോയുടെ അനോമലി എന്നറിയപ്പെടുന്ന ഗുരുത്വാകർഷണ ഗർത്തം കാണപ്പെടുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. 2023 ലോക കാലാവസ്ഥാ സമ്മേളനത്തിന് വേദിയാകുന്നത് എവിടെയാണ്? ദുബായ് ആണ്. എവിടെയാണ്? ദുബായ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ക്രൂസ് കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ്. ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ്. 2024 എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മണ്ഡലമാകുന്നത് ഏതാണ്? നെടുമങ്ങാടാണ്. ഏതാണ്? നെടുമങ്ങാട്. 2023 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകലാകാരൻ ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ആരാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരി. ലൂസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. ആരാണ്? നീരജ് ചോപ്രയാണ്.
കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത് ആശിഷ് ജെ ദേശായി. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജെ ദേശായി. മെഡിസെപ്പ് ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കുള്ളിൽ രോഗപട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോവിഡ്-19 ഡെങ്കിപ്പനിയുമാണ്. ഏതൊക്കെയാണ്? കോവിഡ്-19 ഡെങ്കിപ്പനി. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ജൈവ കൃഷി സംരംഭകരാകാൻ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? പ്രവാസ ഹരിതം. ഏതാണ്? പ്രവാസ ഹരിതം. ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഹൈബ്രിഡ് വാഹനങ്ങളുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഫെയിം, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. 2023 ജൂലൈയിൽ സ്വാമി വിവേകാനന്ദന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. ഏതാണ്? ടാൻസാനിയ. ഇന്ത്യക്കായി 2020 മത്സരം കളിക്കുന്ന ആദ്യ മലയാളി വനിത ആരാണ്? മിന്നുമണി. ആരാണ്? മിന്നുമണി. 2023 ജൂലൈയിൽ അന്തരിച്ച മാഹി മലയാള കലാഗ്രാമം സ്ഥാപകൻ AP കുഞ്ഞിക്കണ്ണൻ. ഏതാണ്? AP കുഞ്ഞിക്കണ്ണൻ. കാലവർഷ സമയത്ത് 1000 മില്ലിമീറ്ററിൽ അധികം മഴ രേഖപ്പെടുത്തിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡാണ്. തീരദേശ മേഖലയിലെ യുവതിയുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കുന്നതിനായി ഉള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? തൊഴിൽ തീരം. ഏതാണ്? തൊഴിൽ തീരം. സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനായുള്ള GST ട്രിബ്യൂണലുകൾ കേരളത്തിൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം, കൊച്ചി. എവിടേക്കാണ്? തിരുവനന്തപുരം, കൊച്ചി. 2023 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം നാറ്റോ അല്ലട്ടോ, നാറ്റോ ആണ്. നായാണ് നാറ്റോ. അപ്പോൾ 2023 നാറ്റോ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ലിത്വാനിയ. ഏതാണ്? ലിത്വാനിയ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ചെക്ക് ഫ്രഞ്ച് എഴുത്തുകാരൻ മിലൻ കുന്ദേര. ആരാണ്? മിലൻ കുന്ദേര. രാജ്യത്ത് ആദ്യമായി UPI QR കോഡ് വഴി രൂപ ഇടപാട് സാധ്യമാക്കിയ ബാങ്ക് HDFC ബാങ്ക്. ഏതാണ്? HDFC ബാങ്ക്. അടുത്ത ചോദ്യം, ഊർജ മേഖലയിലെ രാജ്യാന്തര പ്രശസ്തമായ അവാർഡിന് അർഹനായ മലയാളി പ്രദീപ് തലാപ്പിൽ. ആരാണ്? പ്രദീപ് തലാപ്പിൽ. 2023 ജൂലൈയിൽ ഫ്രാൻസിന്റെ പരമോന്നത ദേശീയ ബഹുമതിയായ ലിജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ലോക നേതാവ് ആരാണ്? നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദിയാണ്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്ര ഭാഗ്യക്കുറി വകുപ്പിന്റെ ലോഗോ ഏതാണ്? പച്ചക്കുതിരയാണ്. പച്ചക്കുതിര. ഇക്കണോമിസ്റ്റ് ഇന്റലിജന്റ് യൂണിറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരം ഏതാണ്? വിയറ്റ്നാം. ഏതാണ്? വിയറ്റ്നാം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരം M ശ്രീശങ്കർ. ആരാണ്? M ശ്രീശങ്കർ. ഏത് ഐറ്റത്തിനാണെന്ന് ചോദിച്ചാൽ ലോങ് ജമ്പ്. M ശ്രീശങ്കർ. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച IIT ഏതാണ്? IIT ഇൻഡോർ ആണ്. ഏതാണ്? IIT ഇൻഡോർ. കുട്ടികളിലെ ഓട്ടിസവും അതുമായി ബന്ധപ്പെട്ട മറ്റു അസുഖങ്ങളും കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. സോറി, ആൻസർ ഇവിടെ കൊടുത്തിട്ടില്ല. ആൻസർ സ്റ്റാർട്ട് ആണ്. ഏതാണ്? സ്റ്റാർട്ട്. START. സ്റ്റാർട്ട് ആണ് ആൻസർ. കുട്ടികളിലെ ഓട്ടിസവും അതുമായി ബന്ധപ്പെട്ട മറ്റു അസുഖങ്ങളും കണ്ടെത്തുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്റ്റാർട്ട്. ദേശീയ ആരോഗ്യ മിഷനെ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. ഏതാണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. വിരലടയാളം ഉപയോഗിച്ച് രാജ്യത്തെവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്നതിനുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയർ ഏതാണ്? നാസിക്. ഏതാണ്? നാസിക്. തീരദേശ നിവാസികൾക്ക് സുരക്ഷിത പുനരധിവാസം ഉറപ്പാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി പുനർഗേഹം. ഏതാണ്? പുനർഗേഹം. നീതി ആയോഗിന്റെ 2019-21 റിപ്പോർട്ട് പ്രകാരം
ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഏതാണ്? കേരളം. നീതി ആയോഗിന്റെ 2019-21 റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. ഹൈഡ്രജൻ ഇന്ധന പമ്പ് നിർമ്മിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE. ഏതാണ്? UAE. സംസാര ശ്രവണ പരിധിയുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി കൈമൊഴി. ഏതാണ്? കൈമൊഴി. വനത്തിനുള്ളിൽ കഴിയുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? നവകിരണം. ഏതാണ്? നവകിരണം. രാജ്യത്തെ ആദ്യ കൺസ്ട്രക്ഷൻ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചി. 2023 ജൂലൈയിൽ വജ്ര ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ ഗവേഷണ സ്ഥാപനം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ്. ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. US നാവികസേനയുടെ മേധാവിയാകുന്ന ആദ്യ വനിത ലിസ ഫ്രാങ്കെറ്റി. ആരാണ്? ലിസ ഫ്രാങ്കെറ്റി. രാജ്യത്ത് ആദ്യമായി മിനിമം ഗ്യാരണ്ടി ഇൻകം ബിൽ പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏതാണ്? രാജസ്ഥാൻ. കിട്ടിയാലോ? രാജസ്ഥാനാണ്. കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം ഫാണേറിയം നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജമല, ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജമല, ഇടുക്കി. ആദ്യമായി ആശുപത്രികളെ LGBTQ സൗഹൃദം ആക്കുന്ന പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഏതാണ്? കേരളം. ഏത് സംസ്ഥാനമാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. 5ാമത് ലോക കോഫി സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ബാംഗ്ലൂരാണ്. എവിടെയാണ്? ബാംഗ്ലൂർ. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉയരെ. ഏതാണ്? ഉയരെ. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? അതിഥി. ഏതാണ് ആപ്ലിക്കേഷൻ? അതിഥി. 2023 ഓഗസ്റ്റിൽ കേന്ദ്ര തുറമുഖ കപ്പൽ ജലഗതാഗത വകുപ്പ് ഷെഡ്യൂൾ A പദവി നൽകിയ ഷിപ്പ്യാർഡ് ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഏതാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഫോസ്കോഡ്. ഏതാണ്? ഓപ്പറേഷൻ ഫോസ്കോഡാണ്. വിദേശത്ത് നിന്ന് മൃതദേഹം അതിവേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പോർട്ടൽ ഏതാണ്? ഇ-കെയർ. ഏതാണ്? ഇ-കെയർ. മറ്റു പിന്നാക്ക സമുദായങ്ങളിലെ OBC ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. മറ്റ് പിന്നോക്ക സമുദായങ്ങളിലെ ഉപവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷൻ. ഏതാണ്? ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷനാണ്. അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ ആണ്. ഏതാണ്? ഓപ്പറേഷൻ യെല്ലോ. മലയാള സാംസ്കാരിക വേദിയുടെ സാഹിത്യ വിഭാഗമായ കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ 6ാമത് കാക്കനാടൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KV മോഹൻകുമാറാണ്. ആരാണ്? KV മോഹൻകുമാർ. കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി റൈനോ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ഏതാണ്? ബീഹാർ. 2023 ഓഗസ്റ്റിൽ വിക്ഷേപിക്കുന്ന ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ്? 2023 ഓഗസ്റ്റിൽ വിക്ഷേപിക്കുന്ന ലൂണ 25 ഏത് രാജ്യത്തിന്റെ ചന്ദ്രദൗത്യമാണ്? റഷ്യ. ഏതിന്റെയാണ്? റഷ്യ. സ്വകാര്യ കമ്പനിക്കായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ ഉപഗ്രഹം ഏതാണ്? GSAT-24. ഏതാണ്? GSAT-24 ആണ്. ലോകത്ത് ആദ്യമായി 3D പ്രിന്റഡ് മത്സ്യത്തെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇസ്രായേൽ ആണ്. ഏതാണ്? ഇസ്രായേൽ.
പിൻ നമ്പർ നൽകാതെ അതിവേഗം പണമിടപാട് നടത്തുന്നതിനുള്ള സംവിധാനം. പിൻ നമ്പർ നൽകാതെ അതിവേഗം പണമിടപാട് നടത്തുന്നതിനുള്ള സംവിധാനമാണ് UPI ലൈറ്റ്. ഏതാണ്? UPI ലൈറ്റ്. ഇൻസ്റ്റഗ്രാമിൽ 600 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ലോകത്തിലെ ആദ്യ വ്യക്തി ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് അതിയന്നൂർ ആണ്. എവിടെയാണ്? അതിയന്നൂർ. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? പാളയത്താണ്. എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയത്ത്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അരിപ്പയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പ. ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ നൽകുന്നതിനായി ഹെൽത്ത് ലൈൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂർ. മധ്യപ്രദേശിനു ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ബഡ്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 16-നാണ്. എന്നാണ്? ഓഗസ്റ്റ് 16. പരമ്പരാഗത ചികിത്സാ രീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയും ആയുഷ മന്ത്രാലയവും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആഗോള ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഗാന്ധിനഗർ ആണ്. എവിടെയാണ്? ഗാന്ധിനഗർ. 2023 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്തായി മാറിയത് ചക്കിട്ടപ്പാറയാണ്. ഏതാണ്? ചക്കിട്ടപ്പാറ. റേഷൻ കാർഡ് ഉള്ളവർക്ക് രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതി. എന്താണ്? ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏതാണ്? ബ്രസീൽ. ചാറ്റ് GPT ബദലായി ചൈന അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ്ബോട്ടാണ് ഏർണി. ഏതാണ്? ഏർണി. രാജ്യാന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ താരം ഡാനിയേല മക്ഗാഹി. ആരാണ്? ഡാനിയേല മക്ഗാഹി. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായി നിയമിതനായത് R മാധവൻ. ആരാണ്? R മാധവൻ. 2023 സെപ്റ്റംബറിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച സ്ഥാപനം ഏതാണ്? NCERT ആണ്. ഏതാണ്? NCERT. സംസ്ഥാന വ്യാപകമായി ബെൽകോ ഔട്ട്ലെറ്റുകൾ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ്. ഏതാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. ഓപ്പറേഷൻ മൂൺലൈറ്റ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 28ാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് ജനറൽ രഘു ശ്രീനിവാസൻ. ആരാണ്? ജനറൽ രഘു ശ്രീനിവാസനാണ്. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? പുന്നപ്ര. ആലപ്പുഴയിലെ പുന്നപ്രയിലാണ്. ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ജീവിതം പ്രമേയമാകുന്ന ചലച്ചിത്രം മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അദിതി അശോക്. ആരാണ്? അദിതി അശോക്. ചെസ് ലോകത്തെ എലി ക്ലബിൽ കയറുന്ന ആദ്യ മലയാളി താരം നിഹാൽ സരിൻ. നിഹാൽ സരിൻ. രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാർ ആണ്. രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാർ. US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പുറത്താക്കപ്പെടുന്ന സ്പീക്കർ കെവിൻ മക്കാർത്തി. ആരാണ്? കെവിൻ മക്കാർത്തി. 2023 ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് തുടർച്ചയായി 2ാം വർഷവും ലഭിച്ചത് കേരളത്തിനാണ്. ആർക്കാണ്? കേരളത്തിനാണ്. 2023 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരം. 2023 ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളത്താണ്. ഏതാണ്? എറണാകുളം. ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള ചെറിയ പട്ടണങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തിയ കേരളത്തിലെ നഗരം ഏതാണ്? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂർ. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് ഏതാണ്? പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാട്. വയോജന സൗഹൃദ നഗരം ആവാൻ വയോജനോത്സവം നടക്കുന്നത് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ്.
ഏതാണ് വയനാട്. 65ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് വേദി കണ്ണൂരാണ്. എവിടെയാണ്? കണ്ണൂർ. രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. ഏതാണ്? കിളിമാനൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടലോര സ്റ്റാർട്ടപ്പ് ഉച്ചകോടി എന്ന പ്രത്യേകതയോടെ കേരള സ്റ്റാറ്റസ് മിഷൻ സംഘടിപ്പിച്ച ഗ്ലോബൽ ത്രിദിന സമ്മേളനം നടക്കുന്നത് വിഴിഞ്ഞത്താണ്. എവിടെയാണ്? വിഴിഞ്ഞം. എവിടെയാണ്? വിഴിഞ്ഞം. സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് സെന്റർ എവിടെയാണ്? ശംഖുമുഖമാണ്. എവിടെയാണ്? ശംഖുമുഖം. വൈദ്യുതി ബോർഡിന്റെ സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. എവിടെയാണ്? കായംകുളത്ത്. ഡോക്ടർ MS സ്വാമിനാഥന്റെ പേര് നൽകുന്ന കേരള കാർഷിക സർവകലാശാലയുടെ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതിലാണ്? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്താണ്. സംസ്ഥാനത്ത് ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചിയാണ്. ഏതാണ്? കൊച്ചി. ലോക പ്രശസ്ത ട്രാവൽ പ്രസിദ്ധീകരണമായ കോണ്ട് ലാസ്റ്റ് ട്രാവൽ 2023 ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാമത് ഏതാണ്? കൊച്ചിയാണ്. 2022 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റർ ഓഫ് നേടിയത് പെരിന്തൽമണ്ണ. ഏതാണ്? പെരിന്തൽമണ്ണ. ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോക്കാണ്. ഏതാണ്? കൊച്ചി വാട്ടർ മെട്രോ. സംസ്ഥാനത്തെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാട് ചക്കിട്ടപ്പാറ. എവിടെയാണ്? മുതുകാട് ചക്കിട്ടപ്പാറ. ദേശവാസികൾക്കും ഗോത്ര വിഭാഗത്തിനും പ്രാതിനിധ്യമുള്ള മേഖലകളിലും ജനങ്ങൾക്ക് അറിവ് പകരാനും സ്വാതന്ത്ര്യമാവാനും കേരളം സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി ഏതാണ്? പൗരധ്വനി. ഏതാണ്? പൗരധ്വനി. പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം. ഏതാണ്? ബാല്യം അമൂല്യം. കൗമാരക്കാരെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുന്നതിനായി തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് റീച്ച്. ഏതാണ്? റീച്ച് ആണ്. അർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ യെല്ലോ. ഏതാണ്? ഓപ്പറേഷൻ. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി ഏതാണ്? താരാട്ടാണ്. ഏതാണ്? താരാട്ട്. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബുകൾ ഉള്ള ആദ്യ സംസ്ഥാനം. എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധന ലാബുകൾ ഉള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ചരിത്രത്തിൽ ആദ്യമായി 3 അന്തർവാഹിനി പ്രതിരോധ കപ്പലുകൾ ഒരേ സമയം നീറ്റിലിറങ്ങിയത് എവിടെയാണ്? കൊച്ചി കപ്പൽശാല. കൊച്ചി കപ്പൽശാല. 2023 ഡിസംബറിൽ യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതം. റേഷൻ കടകളിലൂടെ 10 രൂപക്ക് കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? സുജലം. ഏതാണ്? സുജലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഏതാണ്? ഉത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഉത്സവം. കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രെയിലി ലിപി സാക്ഷരത നടപ്പാക്കുന്ന പരിപാടി. കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രെയിലി ലിപി സാക്ഷരത നടപ്പാക്കുന്ന പരിപാടി ഏതാണ്? ദീപ്തി. ദീപ്തി. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ ഏതാണ്? മാതൃകം. മാതൃകം. ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ആരാണ്? ഇ ഭാസ്കരൻ. ആരാണ്? ഇ ഭാസ്കരൻ. കേരള ടൂറിസം വകുപ്പിനു വേണ്ടി നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസം നൗക ഏതാണ്? ഇന്ദിര. ഏതാണ്? ഇന്ദിര. 34 വർഷത്തെ പൂച്ചവിലക്ക് പിൻവലിച്ച രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. സിംഗപ്പൂർ. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയെ ജീൻ എഡിറ്റിംഗിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? മൗറീഷ്യസ് ആണ്. ഏതാണ്? മൗറീഷ്യസ്. ദൈനംദിന ആവശ്യങ്ങൾക്കും കൃഷിക്കുമായി ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലം ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. 2023 ഡിസംബറിൽ RBI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം കടബാധ്യതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാട്. രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടി പാടം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. എവിടെയാണ്? കന്യാകുമാരി.
അന്തരിച്ച കവി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം ഒരുങ്ങുന്നത് എവിടെയാണ്? ബംഗാൾ രാജഭവനിലാണ്. എവിടെയാണ്? ബംഗാൾ രാജഭവനിൽ. ലോകത്തെ ഏറ്റവും വലിയ ധാന്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? വാരണാസിയിലാണ്. വാരണാസി. ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ആരാണ്? നരേന്ദ്രമോദി. സിയാച്ചിനിൽ എത്തുന്ന ആദ്യ വനിതാ സൈനിക ഓഫീസർ ശിവ ചൗഹാൻ. ആരാണ്? ശിവ ചൗഹാനാണ്. അടുത്തിടെ തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ്. എവിടെയാണ്? ഫ്രാൻസിൽ. ലോകത്ത് ആദ്യത്തെ AI നിയന്ത്രണ നിയമം പുറത്തിറക്കുന്നത് യൂറോപ്പാണ്. എവിടെയാണ്? യൂറോപ്പ്. 4G ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ചൈന. ഏതാണ്? ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം ഏതാണ്? പെൻഡ്രൈവ് ആണ്. ഏതാണ്? പെൻഡ്രൈവ്. ഗൂഗിളിന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ക്രിക്കറ്റ് താരം ആരാന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. ആരാണ്? വിരാട് കോഹ്ലി. 4 വീലർ ലൈസൻസ് ലഭിക്കുന്ന ഇരുകൈകളും ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിലു മോൾ. ആരാണ്? ജിലു മോൾ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത 350 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്